ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേതൊരു റെസിപ്പി വീഡിയോ ആണ്, പെപ്പർ ചിക്കൻ കറി. അതിനായിട്ട് ഞാനിതാ ചട്ടി വെച്ചിന്. ചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്കിഷ്ടമുള്ള പാത്രം എടുക്കാം. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ട, ഇവിടെ ഇപ്പോൾ ഒമാനിൽ തണുപ്പായതുകൊണ്ട് ഉള്ള അവസ്ഥയാണിത്. വെളിച്ചെണ്ണ എല്ലാം നല്ല കട്ടയായിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഉള്ളി വാടി വരാനായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടാം. അങ്ങനെ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിന്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂൺ ഫുള്ള് നല്ല ഹൈറ്റിലെടുത്തിന്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിൽ മെയിനായിട്ട് ഇടുന്നത്. അതുകൊണ്ട് അത് 2 ടീസ്പൂൺ ഫുള്ളായിട്ട് നല്ല ഹൈറ്റിൽ തന്നെ എടുത്തിന്. ഇനി ഈ പൗഡേഴ്സിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. മെയിനായിട്ട് ഇതിൽ കുരുമുളക് പൊടി തന്നെയാണ്. പിന്നെ നല്ല എരിവ് വേണ്ടവരാണെങ്കിൽ 2 പച്ചമുളകെല്ലാം എടുക്കുക. പിന്നെ എടുത്ത പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് 1 ഇട്ടത്. അതിൻ്റെ കൂടെ തന്നെ ചിക്കനും ഇട്ട് കൊടുത്തിന്. ചിക്കൻ ഞാനൊരു 1/2 കിലോ ഇട്ടിന്. ചിക്കൻ ഇട്ട് മിക്സ് ചെയ്ത പാടെ തന്നെ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സെമി ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല കറി ടൈപ്പ് ഗ്രേവി, നല്ല ഗ്രേവി വേണ്ടവരാണെങ്കിൽ 1 കപ്പ് വരെ ഒഴിച്ച് കൊടുക്കാം. കറിയൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇടുന്ന 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗരം മസാലയും മല്ലിച്ചപ്പും എല്ലാം ഏറ്റവും ലാസ്റ്റ് തന്നെ ഇടാൻ വേണ്ടി നോക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതൊരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം 5 മിനിറ്റെല്ലാം കഴിഞ്ഞിന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം നമ്മൾ കറി നല്ല സെറ്റായിട്ട് വന്നിന്. മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ലാണ് വന്നിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പെപ്പർ ചിക്കൻ കറി. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. മനുവിൻ്റെ ഫേവറേറ്റ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഒരു കറിയാണ് ഇത്. അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കുരുമുളക് പൊടി എടുക്കുമ്പം നമ്മൾ സാധാ മാർക്കറ്റിൽ വാങ്ങുന്ന കുരുമുളക് പൊടിയില്ലേ, അത് എടുക്കാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ മുഴുവൻ കുരുമുളകില്ലേ, ഹോൾ പെപ്പർ, അത് വറുത്ത് പൊടിച്ചാൽ നല്ല ടേസ്റ്റും ഫ്ലേവറെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പെപ്പർ ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുഴുവൻ കുരുമുളക് വറുത്ത് പൊടിച്ചത് എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ചിക്കനിൽ മാത്രമല്ല ബീഫിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ബീഫ് കുക്കറിൽ വേവിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.